ഹരി ഓം. ഏവർക്കും വിശ്വാസം ടിവിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുക വിഷുഫലമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും അവരുടെ തൊഴിൽ ഭാഗം, അതുപോലെ തന്നെ സാമ്പത്തികമായ അവസ്ഥ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പം 27 നക്ഷത്രക്കാർക്കും അവരുടെ തൊഴിൽ സംബന്ധമായിട്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിൽ കിടക്കാം. നമ്മുടെ ഈ വിശ്വാസം ടി വി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. വിഷു സംക്രമം എന്ന് പറയുന്നത് മീനശനിയിൽ ഇടവ വ്യാഴവും കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30 ഞായറാഴ്ച, അതായത് 13/4/2025 രാത്രി 3:21 ചോതി 1-ാം പാദത്തിലാണ് മേടരവി സംഗമം എന്ന് പറയുക. അതായത് വിഷു സംക്രമം. ഈ വിഷുക്കാലം എന്ന് പറയുന്ന ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെ ഒക്കെ ഒരു കാലമാവണം. എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്ന തനിക്ക് എന്താണ് ഈ വിഷുക്കാലത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്, അടുത്ത വിഷു വരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവത്തിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്യൂരിയോസിറ്റിയിലേക്കായിരിക്കും. അധികം താമസിക്കുന്നില്ല. ആദ്യം തന്നെ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സ്ഥിതിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോഷനൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പുരോഗതിയൊക്കെ വരാനുള്ള കാലവും തൊഴിൽ സംബന്ധമായ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലവും കൂടിയാണ് അശ്വതിക്കാർക്ക് കേട്ടോ. അതുപോലെ തന്നെ മേലധികാരികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ ഒക്കെ ഒരു ജാഗ്രതയോടെ പെരുമാറുന്നത് വളരെ ഉത്തമമായിരിക്കും. അവരിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. എന്നോർത്ത് അതിന് വേണ്ടി പ്രയത്നിക്കണം എന്നല്ല ഉദ്ദേശിക്കണേ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് നമുക്ക് തരുന്ന ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുമ്പോൾ നമ്മുടെ മേലധികാരിക്ക് എന്താണ്, സ്വാഭാവികമായി നമ്മളിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. അതുമൂലം നമുക്ക് പ്രൊമോഷൻ തുടങ്ങിയ ഗുണഫലങ്ങള്, സാലറി ഹൈക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ബിസിനസ് ചില തരത്തിലുള്ള ചില സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ബിസിനസ്സുകാർക്ക് ചില തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നൊരു വർഷം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ബിസിനസ് ഒക്കെ മാറ്റാൻ അനുകൂലമായ സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചിന്തിക്കുമ്പോൾ കൃത്യമായ ദീർഘവീക്ഷണത്തോട് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. സാമ്പത്തികമായ ഉയർച്ചയൊക്കെ കാണുന്ന സമയം തന്നെയാണ്. പക്ഷെ ചെലവ് കാര്യങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രിക്കണം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെലവുകളൊക്കെ വരാനും അതും നിമിത്തം നമ്മുടെ കുടുംബത്തെ തന്നെ വലിയൊരു സാമ്പത്തിക കെണിയിലേക്കൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ സാമ്പത്തിക വിനിയോഗം എന്ന് പറയുന്നത് കൃത്യവും വ്യക്തമായ പ്ലാനിലൂടെ തന്നെ പോവാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ കടമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അടിച്ചു തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. അതിന് കൃത്യമായൊരു പ്ലാനും ഒരു അറേഞ്ച്മെന്റ് ഒക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. അനാവശ്യമായി വരുന്ന ചെലവുകളിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അടുത്ത ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാർക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. നല്ല അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ബിസിനസ്സുകാർക്ക് അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ശുഭകരമായി കാണുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ കരിയർ കുറച്ചുകൂടി ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോകാനും പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുന്ന ഒരു ടൈം ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. പുതിയ നിരവധി അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. കുറെ ആളുകൾ ജോലിയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടാവും. അപ്പൊ ആ ജോലിയൊക്കെ അന്വേഷണം നടക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടാൻ, തൊഴിൽ നേട്ടത്തിന്, തൊഴിൽ ഭാഗ്യത്തിനൊക്കെ യോഗം പറയാവുന്ന സമയമാണ്. സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും അത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ച് അത് മുന്നോട്ട് നമ്മൾ യൂസ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമുക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ ചെലവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ചെലവ് കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വ്യാജ വാഗ്ദാനങ്ങളിലൊന്നും ചെന്ന് ചാടി നമ്മൾ ചതി പറ്റാതിരിക്കാൻ വളരെയധികം ജാഗ്രത ആവശ്യമാണ് കേട്ടോ. സാമ്പത്തികമായി പ്രത്യേകിച്ചും ചതിയൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടല്ലേ പണമിടപാടുമായിട്ടുള്ള ജോലി സംബന്ധമൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അതിലൊരു വീഴ്ച വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത കാർത്തിക നക്ഷത്രമാണ് അല്ലെ. കാർത്തികക്കാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്ന ബിസിനസ്സിനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ.
അത് സെൽഫായിട്ടായാലും പാർട്ണർഷിപ്പിൽ ചെയ്താലൊക്കെ എന്താണ് ബിസിനസ്സുകാർക്ക് അനുകൂലമായ സമയമാണ് എന്ന് പറയുന്നത്. ആളുകളുമായി സംസാരിക്കാനും കൂടുതൽ ആളുകളുമായിട്ട് പരിചയപ്പെടാനും തന്മൂലം ബിസിനസ് ഡെവലപ്പ് ആക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ്. തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെന്താണ്, എത്ര വലിയ ഒറ്റ ചങ്ങാതിയാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുണം കിട്ടും. കാരണം അങ്ങനെ ആരെങ്കിലും കണ്ണും പൂട്ടി വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ വരുത്തി വെക്കാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. നിങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം തീരുമാനം എടുക്കാൻ. വേഗത്തിലൊന്നും ചാടി കയറി തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളതല്ല കേട്ടോ. പണകാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും അത് ചെലവാക്കുമ്പോൾ കൃത്യമായ ഒരു നിയന്ത്രണം ആവശ്യമായി വരുന്ന സമയമാണ്. പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് വരുമാനമൊക്കെ നോക്കുന്നവർ, പ്രൊഫഷൻ ഫീസൊക്കെ നോക്കുന്നവർക്കൊക്കെ ഉയർച്ച കിട്ടുന്ന സമയമാണ്. സാമ്പത്തികമായ സ്ഥിതി പൊതുവെ മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെലവുകളൊക്കെ നമുക്ക് വന്നു വരും. സോ ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും ഉത്തരം നല്ലതെന്ന് പറഞ്ഞാൽ ലോൺ കാര്യങ്ങൾ, കടം, ഡെപ്റ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അതിനും വേറൊരു ശ്രദ്ധ ആവശ്യമാണെന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് തീരുമാനിച്ച് മുന്നോട്ടൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്ന് പറയുക കേട്ടോ. അടുത്ത രോഹിണി നക്ഷത്രമാണ് അല്ലെ. രോഹിണി നക്ഷത്രമൊക്കെ തൊഴിൽ സംബന്ധമായ അല്ലെങ്കിൽ മേലധികാരിയിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഒരു നല്ലൊരു പ്രവൻസ അല്ലെങ്കിൽ നല്ലൊരു പ്രീതിയൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. പക്ഷെ നമ്മൾ എന്താണ് കൂടുതലായിട്ട് പരിശ്രമിക്കേണ്ട ടൈം ആയിരിക്കും കേട്ടോ. നല്ല രീതിയിൽ ഹാർഡ് വർക്കിന്റെ ടൈം ആയിരിക്കും. അത് ബിസിനസ്സുകാർക്കായാലും നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനനുസരിച്ചുള്ള പരിശ്രമം ആവശ്യമായി വരുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ബിസിനസ്സിൽ ഈ ടൈം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും മാർക്കറ്റിംഗ് രീതി, അതുപോലെ തന്നെ ബ്രാൻഡിങ്, അതിനൊക്കെ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുന്ന നമ്മുടെ ബിസിനസ്സിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കൂടുതൽ സഹായിക്കും കേട്ടോ. അതുപോലെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായി കാണുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിലൊക്കെ ഉയർച്ച നമുക്ക് മികച്ച ഒരു കാലഘട്ടമായി കാണാൻ സാധിക്കും. പല രീതിയിലുള്ള ഉയർച്ച നമ്മുടെ തൊഴിൽ ഭാഗത്തായാലും ബിസിനസ്സിലാക്കി ആയാലും കാണാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. ജോലിയിലെ സമ്മർദ്ദമൊക്കെ കൂടാൻ സാധ്യതയുള്ള ടൈം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെലവുകളൊക്കെ വരാൻ സാധ്യത സമയമാണ്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ അത് വലിയൊരു കെണിയിലേക്ക് ചാടിക്കാൻ സാധ്യതയുള്ള ടൈം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂലമാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വേഗത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടൊക്കെ പോയാൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് കിട്ടാനുള്ള പൈസയൊക്കെ നമുക്കൊരു ആൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടൈം കടം കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. കാരണം തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായി വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഒന്ന് മുറിയാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. സോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണം കൊടുത്തില്ലെങ്കിൽ അന്നേരം ഉള്ള വിഷമവും അന്നേരമുള്ള പിണക്കവും, പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജന്മത്ത് മൊത്തം നമുക്കൊരു ശത്രുവായി മാറുന്ന പലർക്കും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയെങ്കിൽ രോഹിണിക്കാർക്ക് വളരെ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മകേര നക്ഷത്രം അല്ലെ. മകേര നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ടായി ചിന്തിച്ചു കഴിഞ്ഞാൽ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. നിങ്ങൾ കൂടുതൽ പേരും ചോദിക്കണേ, തൊഴിൽ അന്വേഷിക്കുക, ഞാൻ കുറെ നാളായിട്ട് തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ തൊഴിലൊന്നും കിട്ടുന്നില്ല, ഞാൻ നല്ല എഡ്യൂക്കേഷൻ ഉള്ളതാണ്, എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്കിൽസ് എൻ്റെ കയ്യിലുണ്ട്, നല്ല നല്ല സ്കിൽസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ജോബ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള അവസരം ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക തൊഴിൽ കിട്ടാൻ വേണ്ടി. സോ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥ തന്നെയായിരിക്കും. സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈം തന്നെയാണ് ഉണ്ടെന്ന് പറയാം കേട്ടോ. പുതിയ തരത്തിലുള്ള വരുമാനമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ടൈമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചിന്തിക്കുമ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് അനുകൂലമാണോ പ്രതികൂലമാണോ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മെച്ചം എന്ന് പറയുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമാണ്, അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട്, അതിപ്പോ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്താലും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്താലും എന്താണ് എന്തൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൃത്യമായി പ്ലാൻ എടുത്ത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ കാര്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ചോദിച്ച് മനസ്സിലാക്കി നീങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അടുത്ത തിരുവാതിരക്കാരാണ്. തിരുവാതിരക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ പൊതുവെ നല്ല രീതിയിൽ അധ്വാനിക്കുകയും നല്ല രീതിയിൽ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തൊഴിലൊക്കെ നോക്കുമ്പോൾ ഒരു പ്രൊമോഷനൊക്കെ കിട്ടാൻ അർഹതയായിട്ടുള്ളവർക്കൊക്കെ അത് യോഗമുള്ള സമയം തന്നെയാണ്. നമ്മുടെ ഉത്തരവാദിത്വം ഒക്കെ കൂടുന്ന സമയമായിരിക്കും. നമ്മുടെ തൊഴിൽ ഭാരമൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന സമയമായിരിക്കും. തൊഴിലൊക്കെ മാറ്റാൻ ആലോചിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്ന
ഒരു കാലഘട്ടം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ബിസിനസ് ഒക്കെ ഒന്ന് എക്സ്പാൻഷൻ ഒന്ന് വിപുലീകരിക്കുന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പുതിയ പദ്ധതിയൊക്കെ ലഭിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അനുയോജ്യമായുള്ള പാർട്ട്നേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ടൈം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്ത ഹാർഡ് വർക്കിന്റെ ഫലം നമുക്ക് ഈ ടൈം കിട്ടുകയും ഈ തവണ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു നേട്ടം ബിസിനസ്സുകാർക്കൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ടൈം തന്നെയാണ് ഇത് കേട്ടോ. വരുമാനമൊക്കെ വർദ്ധിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. വരുമാനം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്തു വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ എന്താണ് ചെലവ് വയ്ക്കുമ്പോഴൊക്കെ ചെലവുകളൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് എത്രയൊക്കെ ചെലവുകൾ എത്രയൊക്കെ ദിവസങ്ങളിലാണ് കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എക്സ്പെൻസുകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് എന്നത്തൊക്കെ ദിവസമാണ് PMA വല്ലതും അത് എന്നൊക്കെയാണ് അടിക്കേണ്ടത് അതിന് എത്ര രൂപയാണ് കൃത്യമായിട്ട് നമ്മുടെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒന്ന് ചാർട്ട് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് മണി മാനേജ്മെന്റ് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നു നല്ലതായിരിക്കും. അടുത്ത പുണർദംകാരാണ് അല്ലെ. പുണർദം സംബന്ധിച്ച് പുതിയ ജോലിയൊക്കെ നോക്കുന്നവർക്ക് അത് കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർക്ക് നല്ല അനുകൂലമായ കാലഘട്ടമാണ് എന്ന് പറയുന്നത്. ശത്രുക്കളും കൂട്ടുകാരായി മാറുന്ന സമയമായിരിക്കും. സാമ്പത്തികമായ മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ടൈമാണ്. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വിവേകത്തോടെയും ബുദ്ധി കൂർമ്മതയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഭൂമി വസ്തുവൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കൊക്കെ സൂക്ഷ്മമായി ചിന്തിച്ച ഓരോ കാര്യങ്ങൾ ചതിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കരുതലെടുക്കുന്ന വളരെ ഉത്തമമായിരിക്കും കേട്ടോ. അടുത്ത പൂയാണ്. പൂയക്കാർക്ക് ജോലി സ്ഥലത്ത് മേലധികാരിയുടെ ഒക്കെ അംഗീകാരവും പ്രശംസയൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. പ്രൊമോഷൻ അതുപോലെ തന്നെ സാലറി ഹൈക്ക് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. ബിസിനസ്സിൽ പുതിയ പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. പുതിയ പങ്കാളിത്ത ബിസിനസ് ഒക്കെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്ന ടൈം തന്നെയാണ് ഈ കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കൃത്യമായൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ കൃത്യമായി കൂടുതലായ നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പുരോഗതി വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് വർക്ക് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നല്ല രീതിയിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത് തന്നെ ചെയ്യും. കടബാധ്യതയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. ശ്രമിക്കാൻ എന്ന് പറയാൻ കാരണം ശ്രമിക്കാതെ ഈ ലോകത്ത് ഒന്നും നടക്കില്ല. സോ ശ്രമിക്കണം, നിങ്ങൾ കടം തീർക്കണം എന്ന് നിങ്ങൾക്ക് പ്ലാനും ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ആ കടം തീരുള്ളൂ. സോ അതിനുവേണ്ടി പെഞ്ഞിക്കും അതിനുവേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള യോഗമുണ്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് അതുപോലെ വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ അനുകൂലമായ സമയം കാണുന്ന സമയമാണ്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കിട്ടുവാനും നമ്മുടെ ബിസിനസ് ഒക്കെ വിപുലീകരിക്കാനൊക്കെ അനുയോജ്യമായ സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ചെലവ് കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉള്ളത് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു ചെലവ് കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ആ കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പൂയം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. ആയില്യ നക്ഷത്രക്കാരാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഇടയിൽ കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. പലതരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തൊഴിൽ സംബന്ധമായിട്ടും ഉണ്ടായിരിക്കാം. പലർക്കും ജോലി മാറിയും പുതിയ ജോലി കിട്ടുകയും പുതിയ ജോലിയിലേക്ക് കയറുകയും ഒരു സ്ഥലത്ത് നിൽക്കാതെ ഉറച്ചു നിൽക്കാതെ മാറി നിന്നവർക്കൊക്കെ ഈ സമയം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ കരിയറൊക്കെ തിരഞ്ഞെടുക്കാൻ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു പരീക്ഷണാർത്ഥം പുതിയൊരു തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയമാണ്. നമ്മുടെ പ്രവർത്തന മേഖല എന്ത് തന്നെയായാലും അതിലൊരു ഉയർച്ച കാണുന്ന ഒരു ടൈം തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമായിരിക്കും എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എന്താണ് ഇവരെ കൊണ്ട് ഇത്രയും കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് കണ്ണ് തള്ളിക്കുന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും അതനുസരിച്ച് നമുക്ക് എത്തിക്കാനും സാധിക്കുന്ന ടൈമാണ്. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്കും കൂടി ചെയ്യുക കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ കിട്ടുകയും തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യമൊക്കെ പറയാവുന്ന സമയമാണ്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ നമ്മുടെ ജോലി സ്ഥലത്ത് ചില തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കി മുന്നോട്ടൊക്കെ പോകും. ഒരു തൊഴിൽ സ്ഥലമാകുമ്പോൾ ചില ആളുകൾക്ക് എന്താ ചില ഈഗോസ് ചില പ്രശ്നങ്ങൾ ചില ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഈ ഒരു കാലഘട്ടം നമുക്ക് അനുകൂലമായ കാലഘട്ടവും അവർക്ക് അത് ചീത്ത കാലഘട്ടമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും കേട്ടോ. സാമ്പത്തികമായ ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കാൻ സമയം തന്നെയാണ്. നമുക്ക് സേവിങ്സ് ഒക്കെ ഇല്ലെങ്കിൽ ഒരു സേവിങ്സിന് വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയം തന്നെയാണ്. സോ നിങ്ങൾ ഇതുവരെ സേവിങ്സ് ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് സേവിങ്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ചെലവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് പ്രകാരം നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇടപെടുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിലാണ് നമ്മുടെ
ജോബ് എങ്കിൽ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ്, വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പം വളരെയധികം ജാഗ്രതയോടെ സൂക്ഷ്മയോടെ തന്നെ വേണം ചെയ്യാൻ കേട്ടോ. അടുത്ത മകം നക്ഷത്രമാണ് അല്ലെ. മകം എന്ന് പറയുമ്പോൾ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ടൈമാണ് ഈ വിഷുസംക്രമണം കേട്ടോ. പുതിയ പുതിയ തൊഴിൽ നേട്ടങ്ങൾ, തൊഴിൽ ഭാഗ്യങ്ങൾ, തൊഴിലൊക്കെ പല കാലമായിട്ട് അന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭിക്കുക, തൊഴിലൊരു പുരോഗതിയൊക്കെ പറയാൻ സമയമാണ്. നമ്മുടെ കഴിവുകളൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സമയമാണ്. നമ്മൾ കഴിവിനനുസരിച്ചുള്ള ഓരോ തൊഴിലൊക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അതിനനുസരിച്ചുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ നിൽക്കുന്നവർക്കും അനുകൂലമായി കാണുന്ന സമയം തന്നെയാണ്. പക്ഷെ ചില അനാവശ്യമായ സമ്മർദ്ദമൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സ്റ്റേണൽ പ്രഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ സഹപ്രവർത്തകരുമായി ചില ധാരണ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായ ധാരണയോട് മുന്നോട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. സാമ്പത്തികമായ ഉയർച്ചയൊക്കെ പ്രതീക്ഷിക്കുന്ന സമയമാണ്. പാരമ്പര്യ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ നേട്ട അനുഭവം ഉണ്ടാവുന്ന സമയം തന്നെയാണ്. ചെലവ് കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ വലിയ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത പൂര നക്ഷത്രമാണ്. പൂരക്കാർക്ക് തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകളൊക്കെ വരാനിടയുള്ള സമയമാണ്. ബിസിനസ് കാര്യങ്ങളിൽ പുതിയതായ സാങ്കേതിക വിദ്യകളൊക്കെ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ്. ചിലരുടെയൊക്കെ അനാവശ്യമായ ഇടപാടുകൾ മൂലം നമുക്ക് ജോലി സ്ഥലത്ത് പ്രതിസന്ധികളൊക്കെ അനുഭവപ്പെട്ടേക്കാം. നമ്മുടെ ഓവർ കോൺഫിഡൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ വേഗത്തിലുള്ള തീരുമാനം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം സുഖകരമാക്കും. സാമ്പത്തികമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ സമയമാണ്. പ്രത്യേകിച്ചും സംബന്ധിച്ച് നോക്കുമ്പോഴും സെൽഫ് എംപവേർഡ് ആക്കി ഉള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോഴും നമ്മുടെ സാമ്പത്തികമായ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ്. ഒരു വരുമാന മാർഗം പുതിയതായിട്ട് നമുക്ക് തുറന്നു കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. നമ്മളത് ചിലപ്പോൾ പ്രതീക്ഷിച്ചതാവാം, ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലും നമ്മൾ ഒരു പുതിയൊരു വരുമാന മാർഗം, ഇതുവരെ വരുമാനം ഇല്ലാത്തവർക്ക് ഒരു വരുമാന മാർഗവും ഒരു വരുമാന മാർഗം ഉള്ളവർക്ക് അതൊരു പുതിയ വരുമാന മാർഗവും കൂടി ആവുന്ന സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ നിരവധി ചെലവുകൾ വരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. പല കാര്യങ്ങൾ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്തൊക്കെ പുരോഗതി പറയാൻ സമയമാണ്. പ്രൊമോഷൻ തുടങ്ങിയ പുതിയ പുതിയ സാലറി ഹൈക്കൊക്കെ കിട്ടാനോ അല്ലെങ്കിൽ പുതിയ ചുമതലകളൊക്കെ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നവർക്ക്, പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. പക്ഷെ ചിലവർക്കെങ്കിലും നമ്മുടെ ജോലി സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ, നമ്മുടെ ഒരു മാനേജ്മെന്റ് മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിമിത്തം നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാറേണ്ട അവസ്ഥ, മിനിമം നമ്മുടെ സ്ഥലമെങ്കിലും മാറേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ അവഗണനയൊക്കെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ കാത്തിരിപ്പുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മനസ്സിന് വിഷമമില്ലാതെ നമുക്ക് കടത്തിയെടുക്കാൻ സാധിക്കുന്ന ടൈം എന്ന് പറയുന്നത് കേട്ടോ. വ്യത്യസ്തമായ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് ഇത് പറയുന്നത്. കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള ടൈമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെലവുകളൊക്കെ ഉയരുന്നൊരു സമയം തന്നെയായിരിക്കും ഇത് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതുവരെ സേവിങ്സ് ചെയ്യില്ലെങ്കിൽ സേവിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. സോ നമ്മളെ സേവിങ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ അധികമായിരിക്കും കേട്ടോ. അത്തം നക്ഷത്രക്കാരൻ. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലേസിനെസ്, മടി, അലസതയൊക്കെ ഉള്ളവരെ ഒന്ന് മാറ്റി വെക്കണം. എല്ലാവർക്കും ഉണ്ടെന്നല്ല പറഞ്ഞേ, ഉള്ളവരെ ഒന്ന് മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാൻ സമയമാണ്. പുതിയ പുതിയ ജോലി സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ ജോലി കിട്ടാനൊക്കെ യോഗം കാണുന്ന സമയം തന്നെയാണ്. പ്രൊമോഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായി വരുന്ന സമയമായിരിക്കും. പുതിയ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നമ്മുടെ കഴിവുകളൊക്കെ തെളിയിക്കാനും അതിനനുസരിച്ചുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ മടുപ്പ്, ഞാൻ പറഞ്ഞ ലേസിനെസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ മികച്ച അവസരങ്ങൾ പ്രതീക്ഷിക്കാൻ സമയമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൃത്യമായി അതിനൊക്കെ അനുകൂലമായ സമയമാണ്. കൃത്യമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്കത് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെലവുകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. അമിത ചെലവുകൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കച്ചവട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ടാക്സ് റിലേറ്റഡ്, കോർട്ട് റിലേറ്റഡ് ഒക്കെ ഇഷ്യൂസ് വരാതെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അതിനെ ഫയൽ ചെയ്യും. അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കണ്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. ചിത്രകാർക്ക് ജോലി സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ അല്ലെ ജോലിയിലൊക്കെ ഉയർച്ച കാണുന്ന സമയമായിരിക്കും. ധാരാളമായ അവസരങ്ങളൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് കിട്ടാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ട സമയമാണ്. ചെലവ് കാര്യങ്ങളൊക്കെ അമിതമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അനാവശ്യമായ ചെലവുകൾ ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനലാഭത്തിനൊക്കെ സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രതിസ്വത്തൊക്കെ ലഭിക്കാൻ, അല്ലെങ്കിൽ പ്രതിസംബന്ധമായിട്ടുള്ള സ്വത്തുകൾ അല്ലെങ്കിൽ പ്രതിസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ യോഗം കാണുന്ന സമയമാണ് കേട്ടോ ചിത്രക്കാർക്ക്. അടുത്ത ചോദ്യമാണ്. ചോദ്യക്കാർക്ക് ജോലിയൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആലോചിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ഭാഗ്യ സൂചകമായ കാലം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ജോലി സ്ഥലത്ത് മാനേജ്മെന്റിന് മാറ്റങ്ങളോ പുതിയ ചുമതലകൾ വരാനിടയൊക്കെയുള്ള സമയമാണ്. സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വരുമാനത്തിൽ വർധനവൊക്കെ ഉണ്ടാവുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ പ്രത്യേകം കരുതലോടെ എടുക്കണം ഈ സമയം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ ഓഹരി സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വ്യാജമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ള വാഗ്ദാനത്തിലൊന്നും ചെന്നിയാടി നമ്മൾ കുരിയൊന്നും ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയമൊക്കെ കിട്ടാൻ യോഗം കാണുന്ന സമയമാണ് കേട്ടോ ചോദ്യക്കാർക്ക്. അടുത്ത വിശാഖമാണ്. ജോലിയൊക്കെ മാറ്റണം എന്ന് ആലോചിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ബിസിനസ്സിൽ പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് വന്നെത്തുന്ന സമയമായിരിക്കും. ബിസിനസ് അനുകൂലമായി വരുന്ന സമയമായിരിക്കും. ജോലി സ്ഥലത്ത് നമ്മുടെ മാനേജ്മെന്റ് പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരാനിടയുള്ള സമയമാണ്. പ്രൊമോഷനൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായി പെർഫോം ചെയ്തവർക്കൊക്കെ അത് കിട്ടാനുള്ള യോഗം, തടസ്സപ്പെട്ട് നിന്ന പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്ന സമയമാണ്. ചിലർക്ക് സാമ്പത്തികമായ വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള സാഹചര്യം വന്നേക്കാം. പ്രത്യേകിച്ച് അനാവശ്യ ചെലവുകളൊക്കെ വർദ്ധിക്കാനിട കൂടുതലാണ്. പാർട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് മാത്രം ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്ന വ്യാജ വാഗ്ദാനങ്ങളൊന്നും വീരാതിരിക്കും കേട്ടോ ആരുടെയും. അടുത്ത അനിരമാണ്. അനിരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മൃദുവായ സ്വഭാവക്കാരാണ് പൊതുവെ. പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവുന്നവരൊക്കെയാണ്. സോ അല്ലെങ്കിൽ ഇമോഷണലി ചിലവരെങ്കിലും ഭയങ്കര വീക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ എന്താണ് മറ്റുള്ളവർ ഇമോഷണലി നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അവർ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൊഴിൽ മേഖലയിൽ ഉന്നതിയൊക്കെ പ്രതീക്ഷിക്കാം. മത്സരങ്ങളിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത്. ഓരോന്നും മത്സര ബുദ്ധിയോടെ തന്നെ നോക്കി കാണുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഓരോ പരിഷ്കാരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രവർത്തന മേഖലയിൽ വരുത്തേണ്ട വരും. സോ ആ പരിഷ്കാരങ്ങളൊക്കെ വരുത്തുമ്പോൾ ശ്രദ്ധിച്ചു മാത്രം ജാഗ്രതയോടെ മാത്രം വരുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ചിലർക്കെങ്കിലും പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗം കാണുന്ന സമയമാണ്. സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ ചെലവും അതുപോലെ തന്നെ വർദ്ധിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വരെ ഉത്തമമായിരിക്കും കേട്ടോ. തൃക്കേട്ടക്കാർക്ക് സംബന്ധിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പ്രൊമോഷനൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ശമ്പള വർധവിനൊക്കെ സാധ്യത കാണുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. വിദേശ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച നല്ല അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ എത്തുകയും ഉന്നത പദവിയിലുള്ളവർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ പ്രൊമോഷനൊക്കെ വൈകാൻ സാധ്യത കാണുന്ന സമയമാണ്. ചിലവർക്കെങ്കിലും വൻ തരത്തിലുള്ള സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ടൈം എന്ന് പറഞ്ഞാൽ. സ്ഥിര വരുമാനം ഉറപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. പക്ഷെ കഠിന അധ്വാനം ആവശ്യം വേണ്ടി വരുന്ന സമയം കൂടിയാണ് കേട്ടോ. അനാവശ്യമായ ചെലവുകളൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്രത്യക്ഷമായ സാമ്പത്തിക നഷ്ടം, ധനനഷ്ടമൊക്കെ ഒഴിവാക്കുക. ഭൂമിയോ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായ നല്ല അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗമുണ്ട്. സോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുക കേട്ടോ. അടുത്ത മൂല നക്ഷത്രമാണ് അല്ലെ. ഉന്നത പദവിയിലുള്ളവർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്നതായി കാണാൻ സാധിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കും. വിദേശ ജോലിക്കോ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്ന സമയമാണ്. പുതിയ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പ്രൊഫഷണൽ ലൈഫിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സ്ഥിര വരുമാനത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ നല്ല അവസരമുള്ള ടൈമാണ്. നല്ല അവസരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. ബിസിനസ് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായിട്ട് കാണുന്ന സമയം തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോന്നും നമുക്ക് ലാഭകരമാണ് തോന്നും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷ്മമായി ചിന്തിച്ച് മാത്രം ഇറങ്ങാൻ ശ്രദ്ധിക്കും കേട്ടോ, അങ്ങനത്തെ ഇടപാടുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ. അടുത്ത പൂരാടാണ്. പൂരാടത്തെ സംബന്ധിച്ച് നോക്കുമ്പം ഭാഗ്യമായിട്ട് നമുക്ക് പറയാമെങ്കിൽ തൊഴിലിനായിട്ടൊക്കെ പറയാവുന്ന സമയമാണ്. തൊഴിലൊക്കെ പുരോഗതി വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രൊമോഷൻ റിലേറ്റഡ് ആണെങ്കിൽ നോക്കിയാൽ നമ്മുടെ സാലറി ഹൈക്കൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഉദ്യോഗസ്ഥരുമായി മുതിർന്നവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. മേലധികാരിക്കും നമ്മുടെ എൽഡേഴ്സിനെയൊക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക. അവർ ചില വാക്കുകളൊക്കെ അവർ പറയുമ്പോൾ അങ്ങനെ കണ്ണടിച്ച് സമ്മതിച്ചു കൊടുത്തേക്കുക. അവർ പറയാണ്ട് രാത്രി സൂര്യനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തേക്കുവാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് നമ്മുടെ കരിയർ ലൈഫ് കുറച്ചുകൂടെ അനുകൂലമായി കാണാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലൊക്കെ മികച്ച സമയമാണ്. അതുപോലെ തന്നെ ധനവിനിയോഗം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായ ഒരു പ്ലാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ധനയിടപാട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ കുറയ്ക്കാനും നല്ലൊരു ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. കൃത്യമായി നമ്മുടെ പരിശ്രമവും നമ്മുടെ പ്ലാനിങ് ആണ് ഇവിടെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നിർണ്ണയിക്കുക കേട്ടോ.
ഉത്രാടക്കാരെ സംബന്ധിച്ച് നമുക്ക് തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ജോലി ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായിട്ട് കാണുന്ന സമയമാണ്. ഇപ്പൊ ടെമ്പററി പോർഷൻ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായി കാണുന്ന സമയമാണ്. സ്ഥിര വരുമാനമായി അല്ലെ സ്ഥിര തൊഴിലായി മാറാനൊക്കെ യോഗം കാണുന്ന സമയമാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ഉയർച്ച പ്രതീക്ഷിക്കുന്ന സമയമാണ് ഉത്രാടക്കാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്കും അനുകൂലമാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കർശനമായിട്ട് നിർബന്ധമായിട്ടും അല്ലെ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം കേട്ടോ. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രണം വേണം. ആവശ്യമില്ലാത്ത കടബാധകളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തിരുവോണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൊഴിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ കിട്ടും. പക്ഷെ ആദ്യമേ കുറച്ച് കാലതാമസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും തൊഴിലൊക്കെ അന്വേഷണം കൃത്യമായിട്ടുള്ള പരിശ്രമത്തിൽ കൂടെ നമുക്ക് നേടാൻ സാധിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉയർച്ച പറയാൻ സംവിധാനം ഇതിന് പറയുന്നത് കേട്ടോ. പ്രൊമോഷനൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പുതിയ ജോലിക്കുള്ള സാധ്യതയൊക്കെ നമുക്ക് പറയാൻ സാധ്യതയാണ്. വിദേശ തൊഴിലവസരങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. നല്ല നല്ല പ്രശസ്തമായ വ്യക്തികളുമായിട്ട് നമുക്ക് കൂടിക്കാണാനും അതിനിമിത്തം കുറച്ച് കാണാൻ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. നമുക്ക് ചിലത് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളൊന്ന് നമ്മുടെ സ്വയം ബുദ്ധിയിലും കൂടി ഇവിടുത്തെ മറ്റുള്ളവരുടെ വാക്ക് കണ്ണുകെട്ടിച്ച് വിശ്വസിക്കാതെ നമ്മുടെ ബുദ്ധി ലോജിക്കും കൂടി ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അനാവശ്യ ചെലവുകളൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ വ്യക്തിപരമായ വായ്പകളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വായ്പകൾ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന ഈ സമയത്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത അവിട്ടമാണ് കേട്ടോ. അവിട്ടക്കാരൻ എന്ന് പറയുമ്പം തൊഴിലൊക്കെ അന്വേഷിക്കുകയാണ്. ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നേക്കാം. നമുക്ക് ചെറിയൊരു മടുപ്പൊക്കെ തോന്നിയേക്കാം. പക്ഷെ തൊഴിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശ്രമമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ട്. പ്രൊമോഷൻ കാര്യങ്ങളിലൊക്കെ അനുകൂലമാണ്. വിദേശ ജോലിയൊക്കെ അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ വലിയ മെച്ചപ്പെട്ട ഒരു കാലം തന്നെയായിരുന്നു പറയുന്നത്. സിനിമ, മാധ്യമ, ഇൻഫർമേഷൻ ഫീൽഡൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ പൊതുവെ അവിട്ടക്കാർക്ക് നിങ്ങളുടെ കഠിനാധ്വാനം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധനനേട്ടം, ധനലാഭമൊക്കെ പറയാൻ സാധ്യതയുള്ള ടൈമാണ് കേട്ടോ. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനലാഭമൊക്കെ നമുക്ക് ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. അനാവശ്യ ചെലവുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. ചതയമാണ് അടുത്ത അല്ലെ. ചതയക്കാരെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ കുറെ ആളുകൾക്ക് ചെറിയ അവസരങ്ങളായാലും നമുക്ക് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടും. എന്നാൽ ചിലർക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടുക. പക്ഷെ പൊതുവെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവസരങ്ങളൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. വിദേശത്ത് നോക്കുന്നവർക്ക് വിദേശ തൊഴിൽ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് വൻ നേട്ടങ്ങളുടെ ഒരു വർഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ടൈം എന്ന് പറയുന്നത്. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ വർഷമാണ്. നമുക്ക് വേണ്ട ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കാണ്. കൃത്യമായി നമ്മുടെ ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് ധനലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ അനാവശ്യമായ ചെലവ് കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഒഴിവാക്കി കൃത്യമായ ഒരു പ്ലാനിൽ കൂടെ പോവാമെങ്കിൽ വളരെ ഗുണകരമായിരിക്കും കേട്ടോ. അടുത്ത പൂരുട്ടാതിയാണ്. പൂരുട്ടാതി സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. പുതിയ പുതിയ നല്ല നല്ല തൊഴിലുകൾ ഇട്ടാണ്, പുതിയ പുതിയ നല്ല വർഷങ്ങൾ അല്ല പുതിയ പുതിയ നല്ല ജോലിയൊക്കെ കിട്ടാനൊക്കെ യോഗം കാണുന്ന സമയമാണ്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്ന ഈ ടൈം നല്ലതായിരിക്കും. പുതിയ ചുമതലയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. മുമ്പുണ്ടായിരുന്ന ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കുറയുന്ന ഒരു ടൈം ആയിരിക്കും. മാനസികമായ സമ്മർദ്ദം മൂലം നമ്മുടെ ജോലിയിൽ ഒരു മാറ്റം അല്ലെങ്കിൽ മാറണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. സോ അതിനുള്ള സാധ്യതയൊക്കെ കാണുന്ന ടൈം തന്നെയാണ് കേട്ടോ. ചെലവ് കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെലവുകളൊക്കെ ഉണ്ടാവും. സോ ആ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ അതിനുള്ള മുൻകരുതലൊക്കെ എടുത്ത് നിൽക്കുന്നത് ഉത്തമമായിരിക്കും. വരുമാനമൊക്കെ വർദ്ധിക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു ലക്ഷ്യമില്ലാതെ ഒന്നും ചെയ്യല്, കൃത്യമായ ലക്ഷ്യത്തോടെയും കൃത്യമായി ചിന്തിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ലോൺ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കടങ്ങളൊക്കെ വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കടങ്ങളൊക്കെ വാങ്ങും കേട്ടോ. പൊട്ടാത്തകാരം. അടുത്ത ഉത്രട്ടാതിയാണ് അല്ലെ. ഉത്രട്ടാതികാരെ സംബന്ധിച്ച് മികച്ച നേട്ടങ്ങൾ കിട്ടുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വളരെയധികം ജാഗ്രതയോടെ തന്നെ പോകേണ്ട ഒരു ടൈം കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. മൂന്നാം ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് നല്ലതാണ്. പുതിയ പുതിയ നല്ല അവസരങ്ങളൊക്കെ കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നിലവിലുള്ള ജോലിയിൽ പുതിയ ചുമതലയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ എതിർപ്പുകളും വെല്ലുവിളിയൊക്കെ നിറയുന്ന സമയം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈശ്വരൻ തരുന്നുണ്ട്. സോ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ.
അതുപോലെ സാമ്പത്തിക നില നോക്കിക്കഴിഞ്ഞാൽ ചില മാറ്റങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയം തന്നെയായിരിക്കും. കുടുംബ ബിസിനസ്, പാർട്ണർഷിപ്പ് ബിസിനസ് കാര്യങ്ങളിലൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ്, വലിയ കടങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ കാര്യം ഒഴിവാക്കുക. എന്ന് വെച്ചാൽ വലിയ കടങ്ങളും വലിയ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഉത്തമമായ സമയമാണ്. അനുകൂലമായി പ്ലാൻ ചെയ്ത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട വഞ്ചന പറ്റാതെ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ട്, തൊഴിൽ മേഖല, സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ വഞ്ചന പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. അടുത്ത രേവതിയാണ് അല്ലെ. രേവതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജോലിയിൽ നമുക്ക് പ്രോത്സാഹനമൊക്കെ കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത്. ഉന്നത തരത്തിലുള്ള പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. ബിസിനസ്സുകാർക്കാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ തന്നെ കൂടുതൽ നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. നമ്മുടെ കഠിനാധ്വാനം കൃത്യമായിട്ട് ആവശ്യം വേണ്ടി വരുന്ന സമയമാണ് ഇത് പറയുന്നത് കേട്ടോ. വരുമാന കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും. ചെറിയ ചെറിയ ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ചെലവ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യുന്ന ഉത്തമമായിരിക്കും കേട്ടോ. ധനകാര്യങ്ങൾ സംബന്ധമായിട്ട് കൈകാര്യം ജോലി ചെയ്യുന്നവർ, പ്രവർത്തിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക. സൂക്ഷ്മമായി നിരീക്ഷിച്ച് എന്ത് ചെയ്യുക, CCTVയുടെ കയ്യിലൊക്കെ നിൽക്കാൻ പറ്റും. മാക്സിമം CCTVയുടെ കാര്യത്തിൽ നിന്ന് തന്നെ ജോലി സ്ഥലത്ത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു തെളിവ് ഉണ്ടാക്കി വെച്ച്, അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് 4 കുറ്റക്കാരനെല്ലാം നമുക്ക് തെളിയിക്കാനൊക്കെ പറ്റുമല്ലോ. അല്ലെങ്കിൽ മറ്റുള്ളവർ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കേട്ട് നിൽക്കാനേ പറ്റുള്ളൂ, തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, സോ ആ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് വിഷുഫലം സംബന്ധിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ പൊതുവെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ ഇതൊരു പൊതുഫലം മാത്രമാണ് കേട്ടോ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം നോക്കിയാലാണ് നമുക്ക് ഓരോരുത്തർക്കും അത് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ചാനലില് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അമ്മി നാരായണ, ദേവി നാരായണ.